ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പൊ ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ക്യാരറ്റ് ഡിലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്കിത് എങ്ങനെയാണ് നോക്കാമേ. ഞാനിവിടെ 4 ക്യാരറ്റാണ് എടുക്കുന്നത്. അപ്പൊ ഈ 4 ക്യാരറ്റ് നന്നായിട്ട് പീൽ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. നമുക്കത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ്സ് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാമേ. ഞാനിവിടെ ക്യാരറ്റ് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പൊ ഞാൻ കുക്കറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വേവാൻ ആവശ്യത്തിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു വിസിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്കിവിടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കാണ്ട് തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ അടിച്ചെടുത്തതാണ്. അടുത്തതായി നമുക്ക് ഈ ക്യാരറ്റിന്റെ പേസ്റ്റ് നമുക്ക് ഒരു പാനിലേക്ക് നീക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായി ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതിനി നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇതിലത്തെ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി നേരം കൂടി ഇട്ടിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പൊ ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു സ്പൂണ് കോരി എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ച് അതൊരു ബോൾ ഷേപ്പിൽ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കയ്യിലേക്ക് എടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടാം. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് ഇത് ഇങ്ങനെ ആക്കാനേ ഉള്ളതുള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള 2 എണ്ണമാണ് ഇത്. അപ്പൊ ടോട്ടലായിട്ട് ഞാനിവിടെ 8 ക്യാരറ്റ് ഡിലൈറ്റ്സ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്ക്വയർ ബൗളിലേക്ക് ഇത് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ ഒരു 1 അവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 അവർ സെറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള
നമ്മുടെ ക്യാരറ്റ് ഡിലൈറ്റ്സ് ആണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 4 എണ്ണ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് കവർ ചെയ്യണുള്ളൂ. പിന്നെ 4 എണ്ണം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടിട്ടുള്ള ഒരു ഡിസേർട്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ.